നമ്മുടെ നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി അമേരിക്കയിലോ മിഡിൽ ഈസ്റ്റിലോ ജോലിക്ക് പോയി അടുത്ത 5 വർഷം കൊണ്ട് കൂടുള്ള ഒരു 5-6 പേരെ കൊണ്ടുപോകും. പള്ളി പറയുന്ന ആൾക്കാരെ കൊണ്ടുപോകും, പള്ളിക്ക് എന്തെങ്കിലും കൊടുക്കും. ഏതെങ്കിലും ഒരു മുസ്ലിം ഇങ്ങനെ മിഡിൽ ഈസ്റ്റിലോ വെളിയിലോ ജോലിക്ക് പോയാൽ അവിടെ നിന്ന് ഒരു 7-8 പേരെ കൊണ്ടുപോകും. നാട്ടിൽ 2-3 പേർക്ക് കുറച്ച് പലിശ കുറച്ച് കാശ് കൊടുക്കാം. അങ്ങനെയാണ് നമ്മുടെ ഈ സൈഡിലൊക്കെ ഒരുപാട് ബിസിനസ്സുകൾ വരുന്നത്. പലരും ഈ 0% ഇൻട്രസ്റ്റിനെടുത്തും സഹായത്തിനെടുത്തും ഒക്കെയാണ്. അപ്പോൾ അവിടുത്തെ മൗലവി പറയും, നീ അവനൊന്ന് ഹെൽപ്പ് ചെയ്യും, അവൻ തീർച്ചയായും തിരിച്ച് കാശ് തരും, ഞാനല്ലേ. അതാണ് ഇസ്ലാമിക് ബാങ്കിങ് എന്ന മഹത്തരമായ സങ്കല്പം. ഇസ്ലാമിക് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ഒരേ പള്ളിയിലാണ്, പ്രാർത്ഥിക്കുന്നത് ഒരുപോലെയാണ്, ഞാൻ നിനക്ക് വലിയ പലിശയൊന്നും ഇല്ലാതെ കാശ് തരാം, നീ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു തന്നാൽ മതി. ഇതിന്റെ വികസിത രൂപമാണ് ഇസ്ലാമിക് ബാങ്ക്. നിങ്ങൾ ഹിന്ദുക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ അമേരിക്കയിലോ മിഡിൽ ഈസ്റ്റിലോ ജോലി കിട്ടിപ്പോയാൽ ഒരാളെ കൊണ്ടുപോയില്ല എന്ന് മാത്രമല്ല, ആ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരാനുണ്ടെങ്കിൽ അവനെ കൂടെ തടഞ്ഞു വെക്കും. ഇതിലേക വ്യത്യാസം ബ്രാഹ്മണരാണ്. ബ്രാഹ്മണർ പോയാൽ അവിടെ ഉള്ളവരെ കൂടെ നാട്ടിൽ പറഞ്ഞയക്കാൻ നോക്കും. കാര്യം ആ സ്ഥലത്ത് ഞാൻ മാത്രം മതി ദിവ്യൻ, ഞാൻ മാത്രമാണ് അവിടുത്തെ യുണീക്കും സ്പെഷ്യലുമായ ആൾ. ഇത് റിയലി സംഭവിക്കുന്നതാണ്. ഇത് കേൾക്കുന്ന, ഇത് അറിയുന്ന ഹിന്ദുക്കൾ ചിരിക്കും. കാര്യം അവരുടെ ലൈഫിൽ കാണുന്ന